അസ്സലാമലൈക്കും മുത്തുമണികൾ, എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു ഭയങ്കര ഒരു സംഭവം ഉണ്ടായിട്ടോ. എന്താണോ, രാവിലെ എല്ലാം ചായ കുടിക്കുമ്പോൾ കേട്ടോ, ഞാനും മാമയും ഒരുമിച്ച ചായ കുടിച്ചത്. അപ്പോൾ എന്തോ എവിടെയും ഒരു തകരാറ് വന്നിട്ടുണ്ട്. എന്തിനെന്നല്ലേ, ഇന്നത്തെ എൻ്റെ ചപ്പാത്തിക്ക്. കാരണം ചപ്പാത്തി കാണാനൊക്കെ അടിപൊളിയാട്ടോ. ഞാൻ നല്ല കനൊന്നുമില്ലാതെ അടിപൊളി നല്ല ചപ്പാത്തി. പക്ഷെങ്കിൽ മാമ ചപ്പാത്തി തിന്നപ്പോൾ മാമക്ക് കറിയൊന്നും കൂട്ടില്ല, ചായയിൽ ഒന്നും ചെയ്യൂല കേട്ടോ. ചപ്പാത്തി കയ്യിൽ വെച്ച് ഇങ്ങനെ കടിക്കുള്ളൂ, പക്ഷേ ചായ കുടിക്കും. അങ്ങനെയാണ് അവൻ. ഞാൻ ചായയിൽ ഇങ്ങനെ മുക്കി കുതിർത്തി കഴിക്കുന്നുണ്ട്, എനിക്കത് അത്രയ്ക്ക് ഫീൽ ചെയ്തില്ല. മാമ ചപ്പാത്തി ഇങ്ങനെ വായിൽ വെച്ചിട്ടിട്ട് ഇങ്ങനെ 4 തലട്ട് ആക്കണോണ്ട് ഇങ്ങോട്ടൊക്കെ ചിരിച്ചുന്നുണ്ട്. അപ്പം എന്താണ് സംഭവം? എൻ്റെ ചപ്പാത്തി കടിച്ചിട്ട് കിട്ടണില്ല. മാമൻ്റെ മുതുക്കൊക്കെ ഞാൻ അങ്ങനെ ചിരിച്ചു. അതുപോലെ തന്നെ അപ്പം ഞാൻ കടിച്ചിട്ട് കാണുന്നുണ്ട്, എനിക്ക് പറ്റുന്നുണ്ട്. കാരണം ഞാൻ ചായയിലിട്ടിട്ട് കുതിർത്തിയൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് പ്രശ്നമില്ല കേട്ടോ. എനിക്കത് ഫസ്റ്റിന് കഴിച്ചപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നി. പിന്നെ മാമാര് കഴിക്കലും കൂടി കണ്ടപ്പോൾ തോന്നിയാ ഇത് നല്ല ഉഷാറായിക്കണം. അതിലിൻ്റെ പഠിച്ചവനേ മാമ ഇങ്ങനെ തലയും കാണണം, മുഖമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അപ്പം ഇങ്ങനെ അങ്ങോട്ട് വലിച്ച് ഇങ്ങനെ അവനോടുകൂടി ഞാൻ മുഖത്ത് പോകുമ്പോൾ എന്നോടൊരു ചിരി അടിച്ചു. എന്തായാലും ലാസ്റ്റ് തീറ്റ കഴിഞ്ഞിട്ടാണ് കാരണം ചപ്പാത്തി മധുപൂത്ത് നിറഞ്ഞിട്ട് കേട്ടോ. അപ്പം എനിക്കറിയാതെ ആക്കിയ മധുപൂത്താണ് എന്ന്. എന്തായാലും കുറ്റം പറയില്ല കേട്ടോ, അതാ പിന്നെ ഒരു സമാധാനം. എന്ത് തിന്നാണെങ്കിലും ഇപ്പം ചിലപ്പോൾ നമുക്ക് തിന്നുമ്പോൾ നമുക്ക് തന്നെ പറ്റൂല. അങ്ങനത്തെ സാധനങ്ങളായാലും കഴിക്കുമ്പോൾ കുറ്റം പറയില്ല കേട്ടോ. ആ ഒരു കാര്യം മാത്രമുണ്ട്. അത് പിന്നെ ആരുമില്ല കേട്ടോ, ഫുഡിന് കുറ്റം പറയില്ല. അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ കഴിക്കുക, ഇഷ്ടപ്പെട്ടിട്ടില്ല ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരതുപോലെ നേരെ എണീക്കും, കുറച്ച് കഴിച്ചിട്ട് അവർ നീച്ച് പോകും. അല്ലാതെ റൈഹാന അത് കൂടുതൽ, ഇത് ഉപ്പ് കൂടി മുളക് കൂടി അങ്ങനത്തെ ഒന്നും പറയില്ല. പക്ഷെ ഇന്നത്തെ ചപ്പാത്തിയും മാമയും കൂടി ഒരു അക്രമം പാവം തോന്നിട്ടോ. അതിനാണെങ്കിൽ പല്ലൂലൊക്കെ വെപ്പ് പല്ലാണ്. ഞാൻ വിചാരിച്ച് പല്ലൊക്കെ പാടെ നിലത്തേക്ക് ചാടുമെന്ന്. എൻ്റെ പൊന്നീ നല്ല വിറ്റായിരുന്നു അതിൻ്റെ ചപ്പാത്തി. ഞാൻ പറയണമായിരുന്നല്ലോ കേട്ടോ അതിൻ്റെ കടി. അത് കടിച്ച് തിന്നണം. ഞാൻ പറഞ്ഞു ഇത്രക്ക് പ്രശ്നം എവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. കാരണം എന്താണെന്നത് രാവിലെ നേരത്തെ കുറച്ച് പരിപാടി ഉണ്ടായി ചപ്പാത്തിൻ്റെ ഇടയിൽ കൂടിയിട്ട്. എന്താണ് ഇവിടുത്തെ കുട്ടികളെ സ്കൂളത്തെ ഫെസ്റ്റിവലായിരുന്നു ഫുഡിൻ്റെ. അപ്പോൾ ഈ മക്രോണി പിന്നെ ഇവിടെ ഒരു ഇത് പറയട്ടോ, എന്താണ് മഹേഷ്യോ അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അതായത് നമ്മളവിടുത്തെ റൈസാണ്, ഇറാനി അല്ലല്ലോ, എന്തോ ഒരു സ്ഥലം പറഞ്ഞു. അവിടുത്തെ ഒരു വൈറ്റ് റൈസ്, അവിടെ അവർ കഴിക്കുന്ന ഫുഡ് റൈസ് അതാണ് കേട്ടോ. മിസിരിയോ അങ്ങനത്തെ ഏതോ ഒരു സ്ഥലത്തെ റൈസാണ്. അത് വേവിച്ചിട്ട് നല്ലതാക്കിയിട്ട് പിന്നെ ഒരു ഇല ഉണ്ട്, ഒരു ടപ്പിൽ ഒരു ഇല വരും, അതിൽ ഫില്ലാക്കിയിട്ട് നമ്മൾ വേവിക്കുക. ഈ സോസൊക്കെ ഒഴിച്ചിട്ട് വേവിക്കുക. അത് അപ്പോൾ രാവിലെ കുറച്ച് അർപ്പിച്ചുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ തന്നെ മരുവളുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂടെ. അപ്പം എന്നാലും ഇന്ന് കുറച്ച് പണി ഉണ്ടായതുകൊണ്ട് ചപ്പാത്തി അവിടെ എന്തോന്ന് പാളിയത് വേറെ ആർക്കും ഫീലായില്ല. കാരണം അവർക്ക് കുറച്ച് പല്ലില്ല ആൾക്കാരാണ്, അവർക്കൊന്നും വലിയ പ്രശ്നമില്ല. അതിനിപ്പോൾ ഉണ്ടെങ്കിലും ഞാൻ കണ്ടിട്ടില്ല അവരൊന്നും കഴിക്കണില്ല. അപ്പം ഇയാൾ കഴിക്കണം, മാമ കഴിക്കണമാണ് ഞാൻ കണ്ടത്. ഞാനും മാമി ഒരുമിച്ചാണ് അധികം ചായ കുടിക്കുക. അപ്പോൾ പിന്നെ മാമ ചായ കുടിക്കാനാകുമ്പോൾ എന്നെ വിളിക്കും, ഫസ്റ്റ് ഫുഡ് എന്നിട്ട് ബാക്കി പണിയൊക്കെ മതി എന്ന് പറയുമ്പം അത് ചായ കുടിക്കുമ്പോൾ എന്നും എന്നെ വിളിക്കും. ഞാനത് ഒരുമിച്ച് ചായ കുടിക്കും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഈ സ്കൂൾക്ക് കുട്ടികൾക്ക് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അത് രാവിലെ കേട്ടോ 5:30 തുടങ്ങിയതാണ്. 7 മണി 7:30 ആകുമ്പോഴേക്ക് സ്കൂൾക്ക് പോകും വേണം മരുമോൾക്ക്. ഇവിടെയൊക്കെ നേരത്തെ അല്ലേ, എന്നിട്ട് തന്നെ 8 മണി കഴിഞ്ഞിട്ടാണ് പോയത്. അത് അങ്ങനെ ഫില്ലാക്കാൻ കുറച്ച് നമ്മൾ ചെറിയ ബൗളിലാക്കിയിട്ട് അടപ്പുള്ള ഇതുണ്ട്, അതിലാക്കിയിട്ട് കൊണ്ടുപോകലാണ്. അപ്പം അതിനൊക്കെ നിന്നുകൊണ്ട് എന്തൊക്കെ മിസ്റ്റേക്ക് വന്നു, എന്താണെന്നറിയില്ല. കാണാനൊന്നും കുഴപ്പമില്ല, പക്ഷേ കഴിക്കുമ്പോൾ മാത്രം കുറച്ച് ബലം പോലെ തോന്നും. എന്നാൽ കണ്ടാൽ നമ്മൾ തൊടുമ്പോഴൊന്നും വേവ് കുറവ് അങ്ങനെ എന്തൊക്കെയാണ് പ്രശ്നം കേട്ടോ. പക്ഷെ അത് ആകെ പിന്നെ ഫലിച്ചിട്ടുള്ളത് മാമാക്ക് മാത്രമായിട്ട്, വേറെ ആർക്കും കുഴപ്പമൊന്നുമില്ല. വേറെ എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് പോയി. എന്തായാലും അങ്ങനെയൊക്കെ ഒരു സംഭവമായി. പാവം
അപ്പം ഇന്ന് രാവിലെ തന്നെ അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞു. അല്ല, ഇന്ന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇനിയിപ്പോൾ ഒരു പറയുകയാണെങ്കിലും പ്രശ്നം പറയില്ല കേട്ടോ. ഫുഡിൻ്റെ കാര്യത്തിൽ കുറ്റം പറയില്ല. അത് അങ്ങനത്തെ ഒരു അത് നമുക്ക് ശരിക്കും പറയാൻ പാടില്ലല്ലോ. ശരിക്കും അത് നമ്മളതിൽ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കഴിക്കുക, അല്ലെങ്കിൽ കഴിക്കണ്ട, അത്രേ ഉള്ളൂ. പക്ഷേ ഇവർ അതാണ് നമ്മൾ ഈ അറബി നാട്ടിൽ അങ്ങനത്തെ ഒരു അവർക്ക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ അവർ കഴിക്കാതെ പോകുന്നല്ലാതെ അങ്ങനത്തെ ഒരു കുറ്റം നമ്മളെ നാട്ടിലൊക്കെയാണ്. ഉപ്പില്ല ഉണക്കിൽ എന്ത് ഉണ്ടാക്കി വെച്ചിരിക്കണം എടുത്തു പോകും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ അതൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പം എന്തായാലും ഇന്നൊക്കെ മാമക്ക് വൈകുന്നേരത്തിനുള്ളത് അതിൻ്റെ പല്ലൊക്കെ ഇനി ഉണ്ടാവുന്നാകും. എന്തായാലും അക്കോലയിക്കണം ഇന്നത്തെ ചപ്പാത്തി. അപ്പം ഇത്രയൊക്കെ ഉള്ളു മുത്തുമണികളെ. അപ്പം എന്തായാലും കഴിഞ്ഞു. ഉച്ചക്ക് ചോറ് മുമ്പ് ബാക്കി വിറ്റ് കേട്ട് ചെറിച്ചേണ്ടി വരും. അത് പറയുന്നു. അത് ഇന്നോടിപ്പൊന്നും പറയില്ല കേട്ടോ. ഇനി മക്കളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ആൾക്കാർ ചപ്പാത്തിൻ്റെ കഥ പറഞ്ഞ് കുട്ടിയായിട്ട് പറയില്ല, ഇത് പറഞ്ഞിട്ട് ചിരിക്കും. അപ്പം ഇത്രയൊക്കെ ഉള്ളു മുത്തുമണികളെ. ടാറ്റാ ബൈ. അസ്സലാമു അലൈക്കും.